ഇതാണ് കോട്ടേക്കാവ് പള്ളി. തോമസ് ലീഹ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന 7 പള്ളികളിലൊന്ന് കോട്ടേക്കാവ് മാർ തോമ സീറോ മലബാർ പള്ളി. എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണിത്. സെന്റ് തോമസിന്റെ അപ്പോസ്തലൻ ബഹുമതി നൽകിയ അപ്പോസ്തലിക ചർച്ച് എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്ന തോമസ് ലീഹ കോട്ടേക്കാവും എത്തി. സ്ലീഹ കോട്ടേക്കാവ് എത്തുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേഷത്തിലും സംസാര ശൈലിയിലും വ്യത്യസ്തനായിരുന്ന ശ്ലീഹായെ ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജനങ്ങൾ അപരിചിതരോടെ വീക്ഷിച്ചു. ഉത്സവത്തിനെത്തിയ ജനങ്ങളോട് തോമസ് ലീഹ യേശുവിനെക്കുറിച്ച് സംസാരിച്ചു. ഇത് കേട്ട് അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. നിസ്സഹനായ തോമസ് ലീഹ കൈയുയർത്തി ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റ് വീശി. എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന ഗജവീരന്മാർ പ്രേക്ഷക സമൂഹവും നിലംപതിച്ചു. ചിലർക്ക് ബോധക്ഷയം സംഭവിച്ചു. ഇത് കണ്ട ജനക്കൂട്ടം പരിഭ്രാന്തരാകുകയും തങ്ങൾ പരിഹസിച്ച ക്രിസ്തു ശിഷ്യൻ ദിവ്യനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. സ്ലീഹായുടെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു. തോമസ് ലീഹ അവരോട് ജലം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കൊണ്ടുവന്ന ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ചതിനു ശേഷം മോഹാലസ്യപ്പെട്ടിരിക്കുന്നവരുടെ മേൽ തളിച്ചപ്പോൾ അവർ ഉണർന്നു. വിശുദ്ധൻ 3-ാം തവണയും ജലം തളിച്ചപ്പോൾ ചില ജലബിന്ദുക്കൾ അന്തരീക്ഷത്തിൽ നിലനിന്നെന്നും അവയിൽ ചിലത് രക്തത്തുള്ളികളാണെന്നും അഗ്നിനാളമായും മാറിയെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. ഈ അത്ഭുതം കണ്ട ജനക്കൂട്ടം സ്ലീഹായുടെ ചുറ്റും കൂടി അവരോട് വചനം പ്രഘോഷിച്ചു. വചനം ശ്രവിച്ചവർ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായി. വിശ്വാസ നവീകരണത്തിന്റെ പ്രതീകമായ കുരിശ് എവിടെ സ്ഥാപിക്കണമെന്ന് അധികാരികൾ ആലോചിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിച്ചു നിർത്തിയ ആന തടികൾ കൊണ്ടുപോയി ഇടുന്നിടത്ത് കുരിശ് സ്ഥാപിക്കണമെന്ന് തീരുമാനമായി. അങ്ങനെ തടി കൊണ്ടുപോയി ഇട്ട സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. തോമസ് ലീഹ ഇവിടെ എത്ര കാലം താമസിച്ചുവെന്നതിന് വ്യക്തമായ ധാരണകളില്ലെങ്കിലും ഇവിടെ വെച്ച് 1770 പേർക്ക് മാമോദീസ നൽകിയതായി റബാൻ പാട്ട് വ്യക്തമാക്കുന്നു. മറ്റിടങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കു ശേഷം സ്ലീഹ മാലിങ്കര വഴി വീണ്ടും കോട്ടേക്കാവ് എത്തുകയും ചിലർക്ക് പട്ടം നൽകുകയും ചെയ്തതായി പുരാതന പാട്ടുകളിൽ കാണുന്നു. സ്ലീഹ പട്ടം കൊടുത്തവരുടെ അനന്തരഗാമികളാണ് നസ്രാണികളെ ഭരിച്ചു പോകുന്നത്. AD 72 മരണമടയുന്നതിനു മുൻപ് തോമസ് ലീഹ തൻ്റെ പിൻഗാമിയായി കേപ്പായെ മെത്രാനായി വാഴിച്ചിരുന്നു. മറ്റൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ മതപരമായി ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് മാർത്തോമ സുറിയൻ ക്രിസ്ത്യാനികളുടെ ആത്മീയ കേന്ദ്രമാണ്. ഇത് സെന്റ് തോമസ് മലബാറിലെ ക്രൈസ്തവരുടെ പിതൃ കുടുംബമായിരുന്നുകൊണ്ടും സത്യവിശ്വാസത്തിന്റെ തുടർച്ചയായി കാണപ്പെടുന്നു.